വൃത്തികേടില്ല എന്തായാലും. കുഴപ്പമില്ല. ഇല്ല ഓണം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മോൻ കിടന്ന് വിളിക്കുന്നു. വെട്ട് വെട്ട്, ഒന്ന് വെട്ടുവോ? കഥാപ്രസംഗം നടത്താതെ തന്റെ കാല് തല്ലി ഒടുക്കണ. എന്നിട്ട് 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 അങ്ങനെ വെട്ടണ്ട, വെട്ട്. എന്റെ ദൈവമേ, ഒരു കൈവട്ട. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ. ഞാൻ വെട്ടി കാണിക്കാം. ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഇത് വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ഇത് എടുക്കുന്നതിന്റെ ഒത്തില്ല. ഇനിയും കൊല. അതെ, അന്തപ്പൊക്കെ നിന്നോണ്ട് വെട്ട്. അപ്പറേ കറക്റ്റ്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ട ചോരയാ മുഖത്ത് തെറിച്ചത്. അതൊരു വാഴ രണ്ടായിട്ട് വെട്ടു. എന്നെ കൊണ്ട് തോറ്റു. കൊട്ടിട്. ചുമ്മിക്കൊണ്ട് പാടിയല്ല. ചേച്ചി അവത്തെ ഞാൻ കിടക്കങ്ങ്. തള്ളു കൊടുക്ക ചേച്ചി, അതൊരു വീഴോ നോക്കാം. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. രണ്ട് വാഴയും കൂടെ പോകരുതെന്നേ ഉള്ളൂ. ഒന്ന് തള്ളേ. എനിക്ക് ബാഹുബലി അല്ലേ, എനിക്ക് മറ്റേ കുരുവി കാറ് തള്ളത്തില്ലേ. ഇത് പിടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ തള്ള. ഇതൊന്ന് പിടിക്കുവോ? തന്റെ ശക്തി എന്താണെന്ന് ലോകത്തെ കാണിക്കാൻ അവൻ ഇവിടെ വന്നത്. നീ സാരവരെ പിടിക്കാതെ. എന്തായി കാണിക്കണേ? വൈകി മാറിക്ക്. മിക്കവാറും രണ്ടും കൂടി പറമ്പിൽ കിടക്കല്ലേ. എനിക്ക് വയ്യ, ആരും കാണണ്ട രണ്ടെണ്ണത്തിനെ കൊലവേട്ട. ആരും അറിയില്ല മല്ലയ്യ. അയ്യോ, എനിക്ക് വയ്യ. വാഴ നേരായ വഴിയിൽ വിയർപ്പൊഴുക്കി നേടുന്ന വിജയം വജ്രത്തേക്കാൾ തിളക്കമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. ശുഭദിനം.